Good afternoon. മേഡം ഞങ്ങള് 9th A ബാച്ച് കയറണം. രാവിലത്തെ ബാച്ച്. Okay, Tom പറഞ്ഞോ. രാവിലത്തെ ബാച്ച് കയറണോ മേഡം? കാരണം 2 ബാച്ചും ഉണ്ടോ അല്ലേ അപ്പൊ ഉച്ചക്ക്? രണ്ട് ബാച്ചിന്റെയും ബിയോണ്ട് ഒരുമിച്ചാണ്. അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ക്ലാസ് നഷ്ടമാവും. അതുകൊണ്ട് 2 ബാച്ചും നമ്മൾ ഒരുമിച്ചാണ് കയറുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വരാണെങ്കിൽ മാത്രം നിങ്ങളത് സെപ്പറേറ്റ് നോക്കിയാൽ മതി. പക്ഷെ PGക്ക് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത്. ഇത്രയുമുള്ള ബാച്ചുകൾ ഒരുമിച്ച് ആക്കിയത്, എയും ബിയും കൂടി ഒരുമിച്ച് മെർജ് ചെയ്തത്. സോ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നവരെ എല്ലാവരും എ ബാച്ചും ബി ബാച്ചും ഒരുമിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ മിസ്സാവും. പിന്നെ പോർഷൻസ് എടുത്ത് തരാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമുക്ക് കവർ ചെയ്യാനുള്ളത് എക്സ്ട്രാ കൂടുതൽ പോർഷൻസ് ഉണ്ട്, അറിയാലോ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒഫീഷ്യൽ ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടാതെ നിങ്ങളൊരു കാര്യത്തിലും ലീവ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ടാറ്റ AGA കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? അത്രയും പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ഓർ TPA എന്ന് പറയുന്നത്. നമ്മള് എന്താ പറയുന്നത് ഷോർട്ട് ആയിട്ട്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന് TPA എന്നാ പറയുന്നത്. മെസ്സേജ് അയച്ചാൽ മതി. TPA എന്നാ പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം കൈകാര്യം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. മാത്രമല്ല, അവകാശിയുടെ ഏതൊരു പരാതി, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ട്, പോളിസി ഹോൾഡേഴ്സിന് എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിലും അത് അതിന്റെ പരിഹാര നടപടിക്രമങ്ങളൊക്കെ ആര് കൈകാര്യം ചെയ്തോളും? നമ്മൾ TPA കൈകാര്യം ചെയ്യും. ആരോഗ്യ ഇൻഷുറൻസ് TPA ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് TPA ഓർ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിചാരിക്കേണ്ട. ദേ ആർ സെപ്പറേറ്റഡ് ആണ്. രണ്ടും രണ്ട് സ്ഥാപനങ്ങളാണ്. IRDAI ആണ് TPA. ഈ IRDAIയുടെ കീഴിലാണ് നമ്മൾ TPA വരുന്നത്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. TPA ഈ സ്ഥാപനത്തിലേക്ക് ലൈസൻസ് നൽകുന്നത് ആരാണ്? TPAക്ക് ലൈസൻസ് കൊടുക്കുന്നത് IRDAI. ഫുൾ ഫോം എന്താണ് IRDAIയുടെ? മെസ്സേജ് അയക്കേ. IRDAIയുടെ ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചല്ലേ IRDAIയുടെ ഫുൾ ഫോം? റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അങ്ങനല്ലേ? ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് വിട്ടുപോലെ ആ ഒരു ഇതിൽ തന്നെ നോക്കാം. IRDAI ആണ് TPA എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ലൈസൻസ് കൊടുക്കുന്നത്. നമ്മുടെ ക്ലെയിം സംബന്ധമായ എല്ലാ സംശയങ്ങളും പരിഹരിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ TPA ആണ്. ഇവരതിനുള്ള ഉറപ്പ് നൽകും. ക്ലെയിം സംബന്ധിച്ച എല്ലാ അന്വേഷണങ്ങളും പരിഹരിക്കുന്നതും ചെയ്യുന്നത് ആരാണ്? TPA ആണ്. മാത്രമല്ല, ക്ലെയിം അപേക്ഷകളുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസുകൾ പരിശോധിക്കുന്നത് പ്രോപ്പർ ആണെന്നൊക്കെ വിലയിരുത്തുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? TPAയുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വന്നിരുന്നിട്ട് വേഗം ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ? ആരെ കുറിച്ച് പറഞ്ഞ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് പറഞ്ഞത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ ലൈസൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓർ TPA എന്ന് പറയുന്നത്. ഈ ശരിക്കും പുറത്തുനിന്നുള്ളൊരു സ്ഥാപനമാണ്, ഇൻഷുറൻസ് കമ്പനി അല്ല. ഇൻഷുറൻസ് കമ്പനിക്കെതിരെയായിട്ടുള്ള കംപ്ലൈൻറ്റ്സ്, പോളിസി ഹോൾഡേഴ്സിന്റെ കംപ്ലൈൻറ്റ്സോ സംശയങ്ങളോ അവരുടെ ഡൗട്ട്സ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പോ അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ആരോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? TPAയുടെ അടുത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ടെസ്റ്റിലേക്ക് വരാം എല്ലാവരും.
third party administrator for health insurance. TPA or third party administrator is a company or agency or organization that hold a license from Insurance Regulatory Development Authority. Insurance Regulatory Development Authority of India നിന്ന് ലൈസൻസ് കൈവശമുള്ള ഒരു കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു സ്ഥാപനമാകാം. To process the claim, in addition to provide cashless facilities as an outsourcing entity of the health insurance company. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി അല്ലാതെ ഒരു ഔട്ട്സോഴ്സിംഗ് entity ആയിട്ടാണ്, പുറത്തുനിന്നുള്ള ഒരു സ്ഥാപനമായിട്ടാണ്, ജസ്റ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ ആയിട്ട് ഒരു ലിങ്ക് ആയിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ്. The selection of high quality hospital for insurance company. ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട ഹൈ ക്വാളിറ്റി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇന്ന ഹോസ്പിറ്റൽസിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് ഇൻഷുറൻസ് കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. TPA function as an intermediary between the insurance provider and the insured. Third party അഡ്മിനിസ്ട്രേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡറും ഇൻഷ്യൂർഡ്. ആരാണ് ഇൻഷ്യൂർഡ്? ആരാണ് ഇൻഷ്യൂർഡ്? ആരാണ് മക്കൾ ഇൻഷ്യൂർഡ്? ഓക്കെ, മറന്നുപോയോ? ഇൻഷ്യൂർഡ് ആരാണ്? ക്ലയന്റ്. ക്ലയന്റ് ആണ്. ക്ലയന്റും ഇൻഷുറൻസ് പ്രൊവൈഡർ, അതാരാണ്? ഇൻഷുറൻസ് കമ്പനിയെ ഉദ്ദേശിക്കുന്ന ഇവിടെ ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇവർ തമ്മിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആര്? TPA പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബെനിഫിഷ്യറീസ് ആണ്. ആരെല്ലാമാണ് നോക്കാം. ദ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA ആരൊക്കെയാണ്? ഇൻവോൾവ്സ് ആസ് ഫോളോസ്. താഴെ പറയുന്നവരാണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിഷ്യറീസ്. ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. ഇൻഷുറൻസ് കമ്പനി എന്നാക്കിക്കോട്ടെ എല്ലാവരും. നോക്കി മക്കളെ, ഇവിടെ ഇല്ലേ, ഇവിടെ ഈ ഒരു പോയിന്റിന് തൊട്ട് കൂടെ തന്നെ ഇൻഷുറൻസ് കമ്പനി എന്നാക്കിക്കോ. അവിടെ ആ കമ്പനി അവർക്ക് മിസ്സായി പോയതാണ്, അതൊന്ന് എഴുതി ചേർക്കാം കേട്ടാ. ഇൻഷുറൻസ് കമ്പനി. എഴുതി എല്ലാവരും ഇൻഷുറൻസ് കമ്പനിന്ന്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കാത്തവരെല്ലാവരും നോക്കാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിലുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മളുടെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിം ഒക്കെ കൈകാര്യമൊക്കെ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള എൻക്വയറീസ്, അതേപോലെ ഭൂരിഭാഗം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ TPA ആണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൽ TPA പറയുന്നത്. അപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ വേർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക. അവര് ഓപ്ഷൻസിൽ പല രീതിയിലായിരിക്കും കൊടുക്കുന്നത്. നമുക്കറിയാം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. TPAക്ക് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് TPAക്ക് ലൈസൻസ് കൊടുക്കുന്നത്. നമ്മുടെ ക്ലെയിം സംബന്ധമായ എല്ലാ സംശയങ്ങളും ക്ലെയിം കൈകാര്യം ചെയ്യുന്നതും അതിന്റെ സെറ്റിൽമെന്റ്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളിപ്പോ ഒരു ക്ലെയിം പാസ്സാക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇൻഷുറൻസ് കമ്പനി റിജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? TPAയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ TPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ഒരു പ്രൊവൈഡിങ് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ആസ് എൻ ഔട്ട്സോഴ്സിംഗ് entity. പുറത്തുനിന്നുള്ള ഒരു entity എന്ന രീതിയിൽ നമുക്ക് ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനി അല്ലാതെ. ഓക്കെ, പിന്നെ
അതേപോലെ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ടും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽസിലൊക്കെ ട്രീറ്റ്മെന്റ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിന് ആ ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇന്ന ഹോസ്പിറ്റലിൽ നമ്മളുടെ ഇൻഷുറൻസ് പോളിസി പ്രകാരം ട്രീറ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാനൊക്കെ പറ്റും പോളിസി എടുക്കുന്ന സമയത്ത്. ദെൻ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിലൊരു ഇന്റർമീഡിയറി ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മുകളിലായിട്ട് ബെനഫിഷ്യറി എന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ആരെല്ലാമാണ് നമ്മുടെ TPA ബെനിഫിഷ്യറീസ് എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, കമ്പനി അവിടെ മിസ്സായതാണ്. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്ന് എഴുതി ചേർക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ടീമാണ്, ഹോസ്പിറ്റൽസ് ആണ്. പോളിസി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ആണ്. ഓക്കെ, ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് ബെനിഫിഷ്യറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആക്ട് ചെയ്യുന്നത്. വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കി, കാരണം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ നമ്മള് ബെനിഫിഷ്യറി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ, ബെനിഫിഷ്യറീസ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബെനിഫിഷ്യറീസ് ആണ് കേട്ടോ. ഓർ ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകൾ എന്നൊക്കെയാണ് മലയാളത്തിൽ കിട്ടാം. സോ നമ്മൾ ബെനിഫിഷ്യറീസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അത് ബെനിഫിഷ്യറീസിന്റെ വേറെ പേരാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാനിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സിനോട് അടുക്കാണ്. 40 മിനിറ്റ്സ് വരെയും നമ്മുടെ ക്ലാസ്സിൽ 40 സ്റ്റുഡൻസിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് 60ലേക്ക് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഗസ് അനുസരിച്ച് SC9A എന്നുള്ള കുട്ടികളാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അതെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ വരുന്നത് വരെ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. നമുക്ക് റിപ്പീറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. അറിയിപ്പ് ഉണ്ടാകുന്ന വരെ നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ കയറണം. ഓക്കെ ഓക്കെ. ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് PG തുടങ്ങുമ്പോ ഞങ്ങളുടെ ഫീസിന്റെ കാര്യം പിന്നെ കൂടുകയൊക്കെ ചെയ്യൂ ഫീസ്? ഇപ്പോഴത്തെ റിലേറ്റഡ് അറിഞ്ഞുകൂടാ, കാരണം നമ്മൾ ഫിക്സ് ആയിട്ടോ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയേണ്ടതില്ല. അതേപോലെ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമില്ല. സോ ഞങ്ങള് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ബേസിക്കലി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്താണ്. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോർഷൻസ് കവർ ചെയ്യാം, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പഠിപ്പിക്കുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അവിടേക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് നിഷ് ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ് ടീച്ചർ പറയും. എന്നാൽ ഡൗട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെ, ഇതുവരെയും നമുക്ക് 9th അങ്ങനെ സംശയങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അവിടേക്ക് കേട്ടോ.
ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയാലോ? ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് മനസ്സിലായോ? ഓക്കെ. Who all are there in a TPA and what do they do? നമ്മൾ പറഞ്ഞു TPA എന്ന് പറഞ്ഞു. അവിടെ ആരൊക്കെ ഉണ്ടാവുന്നേ, അവരെന്താ ചെയ്യുന്നേ, നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ഓഫ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ റെഗുലേഷൻസ് പ്രകാരം TPA-ല് എന്ന് വെച്ചാൽ third party administrator or administration should have maintained their own in-house medical doctor. അവരുടെ in-house എന്ന് വെച്ചാൽ TPA-യുടെ അകത്ത് ഒരു മെഡിക്കൽ ഡോക്ടർ വേണം. രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ അവരുടെ ടീമിൽ വേണം. ദെൻ വൺ ഹോസ്പിറ്റൽ മാനേജർ, ഒരു ഹോസ്പിറ്റൽ മാനേജർ വേണം. ലീഗൽ എക്സ്പേർട്ട്, ലീഗലി മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിയമവശം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി വേണം. ഇൻഷുറൻസ് കൺസൾട്ടൻസ് വേണം. ഇൻഷുറൻസ് കൺസൾട്ടൻസ് വേണം. ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, IT റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പ്രൊഫഷണൽസ് വേണം. മാനേജ്മെന്റ് കൺസൾട്ടൻസ് വേണം. മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മാനേജ്മെന്റ് കൺസൾട്ടൻസ് വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്? IRDA റെഗുലേഷൻസ് പ്രകാരം നമുക്കൊരു TPA റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന വ്യക്തികൾ നമ്മുടെ TPA-യുടെ ഭാഗമായിരിക്കണം. ഫസ്റ്റ് പറഞ്ഞത് മെഡിക്കൽ ഡോക്ടർ ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ ഡോക്ടർ വേണം. നമ്മുടെ TPA-യുടെ അകത്ത് ഒരു മെഡിക്കൽ ഡോക്ടർ വേണം. അദ്ദേഹം നമ്മളുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ഹോസ്പിറ്റൽ മാനേജർ വേണം. ലീഗൽ എക്സ്പേർട്സ് വേണം. ലോയർ ആയിരിക്കും ലീഗൽ എക്സ്പേർട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് കൺസൾട്ടൻസ് വേണം. ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, ഇൻഫർമേഷൻ IT കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പ്രൊഫഷണലി ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം. മാനേജ്മെന്റ് കൺസൾട്ടൻസ്, നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് നല്ല മാനേജ്മെന്റ് കൺസൾട്ടൻസ് വേണം. The team of these professionals license with the customers for streamlining the claim process. അപ്പോ നമുക്ക് ഇത്രയും പ്രൊഫഷണലൈസ് ആയിട്ടുള്ള വ്യക്തികളായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം കസ്റ്റമേഴ്സിന് ഒരു സ്ട്രീം ലൈനിങ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലെയിം പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മാർഗത്തിലൂടെ ക്ലെയിം പ്രോസസ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് there are no false claim. അതേപോലെ തെറ്റായിട്ടുള്ള ഒരു ക്ലെയിമും നമ്മൾ പാസ്സാക്കുന്നില്ല. തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ക്ലെയിം എന്ത് ചെയ്യുന്നില്ല, അലൗ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ലിമിറ്റ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്. നമ്മൾ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് ആണ് എങ്കിൽ അതിനുള്ള ലിമിറ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. Thus enhancing the quality of service. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വിച്ച് ഇവൻച്വലി ലീഡ്സ് ടു ലോവർ ഇൻഷുറൻസ് പ്രീമിയം. ഇത് എന്തിന് കാരണമാകുന്നു? നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം കുറയാനായിട്ട് കാരണമാകുന്നു. നോക്കാം, നമ്മുടെ ടീമിലുള്ള ഈ പ്രൊഫഷണൽസും കസ്റ്റമേഴ്സും എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം. അവരുടെ ക്ലെയിംസ് ഒക്കെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. അതേപോലെ ഫോൾസ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ക്ലെയിമോ അൺവാണ്ടഡ് ക്ലെയിമോ പാസ്സാക്കാൻ പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള ക്ലെയിമുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവും, നമ്മുടെ എഫിഷ്യൻസി കൂടും. അതുവഴി നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ നമ്മളുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് പ്രീമിയത്തിന്റെ 5.5% എമൗണ്ട് ആണ്. സാധാരണയായിട്ട് TPA അക്സെപ്റ്റ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ഇപ്പൊ എത്രയാണ്? ഒരു 25,000 പെർ ഇയർ ആണെങ്കിൽ 25 ആണ് ഞാൻ പറയുന്നത്. 25,000 പെർ ഇയർ ആണെങ്കിൽ 5.5 ആണ് പറയുന്നത്. 5.5% ആയിരിക്കും അവരുടെ എന്താ കമ്പനി ഫീ എന്ന് പറയുന്നത്. ഒരു 1,500 അടുത്ത് വരുന്നുള്ളൂ അവരുടെ ഫീ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇയർലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് 25,000 ചില എമൗണ്ട്, ചിലപ്പോൾ 10,000 വെച്ചിട്ട് 1,20,000 ആയിരിക്കും ചില ഒരു പോളിസി അനുസരിച്ച് ആ എമൗണ്ടിൽ വേരി ചെയ്യും. ഞാൻ ഏറ്റവും നിസ്സാരമായ ഒരു എമൗണ്ട് ആണ് പറഞ്ഞത് 25,000. ദെൻ കൂടുന്നതിനനുസരിച്ച് പ്രീമിയം ഇവർക്ക് കിട്ടുന്ന ഫീയുടെ എമൗണ്ട് കൂടും. നമ്മുടെ പ്രീമിയം എത്രയാണോ അതിന്റെ 5.5% ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഫീ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് TPAക്ക് ഫീ ആണ് കിട്ടുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് അവർക്ക് എന്ത് കിട്ടും? ഫീ ആണ് കിട്ടുന്നത്. നമുക്ക് പറയാം ആരൊക്കെയാണ് TPA ഉള്ളത്? 1 മെഡിക്കൽ ഡോക്ടർ ഉണ്ടാവും, ഹോസ്പിറ്റൽ മാനേജർ, ഡേറ്റ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്ലെയിംസ് അത്ര നല്ല രീതിയിൽ അത് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലെയിമുകൾ, ഫോഴ്സ് ക്ലെയിം, അതെല്ലാം നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി നമുക്ക് നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ TPA ആക്സെപ്റ്റ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് നോക്കുക, ഞാൻ അത് വായിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. The TPA accept the fee from the insurance provider, which is a percentage of the premium, and it's normally 5.5% of premium amount. സാധാരണയായിട്ട് TPA accept ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് പ്രീമിയത്തിന്റെ ഇത്ര പെർസെന്റേജ് ആയിരിക്കും. അപ്പൊ ഓരോ TPA പറയുന്ന ഫീ ഉണ്ട്. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് IRDA ഉണ്ട്. IRDA പറയുന്നത് 5.5% ഓഫ് പ്രീമിയം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 1 lakh ആണ് നമ്മുടെ ഇയർലി പ്രീമിയം എന്നുണ്ടെങ്കിൽ 5.5% എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർസെന്റേജ് അവർക്ക് ഫീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. TPയും വായിക്കുക. അതേപോലെ ആരെല്ലാമാണ് അവിടെ ഉള്ളത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, what is the role of TPA in health insurance? എന്താണ് TPAയുടെ റോൾ? നമ്മളിപ്പോ TPA ആരാന്ന് പറഞ്ഞു, ആരെല്ലാമാണ് TPA ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി TPAയുടെ റോൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട്സ് ദ റോൾ ഇൻ TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസിൽ ഇവരുടെ റോൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ആദ്യം TPA എന്ന് പറയുന്നത്. നമ്മൾ ക്ലെയിം പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസി ഹോൾഡേഴ്സ് ആദ്യം TPAനെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ TPA ആണ് ആ ക്ലെയിം എന്ത് ചെയ്യുന്നത്, ക്ലെയിം കേസ് എടുക്കുന്നതും. നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് ഒരു ഐ ഡി നമ്പറും ID കാർഡും കൊടുക്കും. ആ ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ്സിൽ ഫുള്ളും നമുക്ക് ഈ ഒരു ID കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് TPAs. അവരുടെ നെസസറി ആയിട്ടുള്ള റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, ഇൻഷുറൻസ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, എല്ലാ കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ തന്നെ.
പിന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ആണ്. ദെൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഓക്കെ ആണ്. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ പറ്റും. ഫുൾ ടൈം സപ്പോർട്ട് എന്ന് പറയുന്നത് 24/7 കസ്റ്റമർ സപ്പോർട്ട് എല്ലാ TPAസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എടാ മോനൊന്ന് മെസ്സേജ് ആയിട്ടൊന്ന് ചോദിക്കോ? വോയിസ് ഓൺ ആണ്. മോനിപ്പോ എന്താ പറഞ്ഞതൊന്ന് മെസ്സേജ് ആയിട്ട് ചോദിക്കോ? കാര്യം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. മോളെ ഡോക്ടറെ കാണിക്കാൻ പോയത് ഇപ്പോഴാ കേറിയത്. എനിക്ക് മിസ് പറഞ്ഞ 2 പാരഗ്രാഫ് മിസ്സായി പോയി. അന്ന് ചെറിയ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി റൗണ്ട് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കേടാ. ഞാൻ വിചാരിച്ചു ഇതെന്തോ സംശയമാണെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ TPAയുടെ റോൾ എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു TPAയുടെ റോൾ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ലിങ്ക് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? TPA പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ പോളിസി ഹോൾഡർ എന്ത് ചെയ്യും? TPAനെ മീറ്റ് ചെയ്തിട്ട് ക്ലെയിം കൊടുക്കും. സോ TPA എന്ത് ചെയ്യും? പോളിസി ഹോൾഡേഴ്സിന് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും പ്രൊവൈഡ് ചെയ്യും. ക്ലെയിം സെറ്റിൽമെന്റിന് ഇത് വളരെ അധികം ഹെൽപ്ഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് TPA ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് കളക്ട് ചെയ്യും, പോളിസി റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യും, ഇതെല്ലാം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തേർഡ് റോൾ എന്ന് പറയുന്നത് ക്ലെയിം സെറ്റിൽമെന്റ് ആണ്. TPA ആണ് ഗ്യാരണ്ടി സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ബാക്ക് ടു സപ്പോർട്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് ആരാണ്? TPA ആണ്. ഓക്കെ, ഇത് നമുക്ക് ഫുൾ ടൈം സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന വരെയുള്ള എല്ലാ സപ്പോർട്ടും, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എൻക്വയറീസിനുള്ള സപ്പോർട്ട് വരെ, എൻക്വയറീസ് വരെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം അവർ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് കിട്ടാനും അതേപോലെ കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സർവീസുകളായിട്ടുള്ള എന്തൊക്കെയാണ്? ആംബുലൻസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ഒക്കെ പോളിസി ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് TPAs. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കാട്ടോ. What is the role of TPA in health insurance? എന്തെല്ലാമാണ് TPA ഹെൽത്ത് ഇൻഷുറൻസ്? ഇത് മനസ്സിലായില്ല മോനെ, ടൈമോ? ഓക്കെ, വാട്ട്സ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? എന്തെല്ലാമാണ് TPAയുടെ റോളുകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ഫോളോയിങ് പോയിന്റ്സ്. താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ് നിന്നത് നമുക്ക് TPAനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തെല്ലാമാണ് അവരുടെ റോൾസ് എന്ന് നോക്കാം. Connection between the insurance company and the policy holders. ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിലുള്ള കണക്ഷൻ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. Directly or indirectly, the policy holder meets the TPA in most of hospitalization claim cases. ഒന്നല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ പോളിസി ഹോൾഡേഴ്സ് നമ്മളുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരെന്ത് ചെയ്യും? The TPA provides the policy holder with identification number and ID card. അവർക്ക് ഒരു UIN കൊടുക്കാറുണ്ട്. നമ്മുടെ ഫുൾ ഫോം അൺസ്കിൽഡ് ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ആണ്. ഒരു ID കാർഡും കൂടി നമ്മൾ ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആസ് പോളിസി ഹോൾഡേഴ്സ്. സെക്കൻഡ് പോയിന്റ് ആണ് റെക്കോർഡ് മെയിൻ്റെനൻസ് ആണ്. TPA aids in maintaining necessary record related to policy holder when they are admitted as a patient. അപ്പോൾ നമ്മൾ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പോളിസി ഹോൾഡർ, അപ്പൊ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ് ആൻഡ് പോളിസി റിലേറ്റഡ് റെക്കോർഡ്സ് എല്ലാം ആര് മെയിൻറ്റെയിൻ ചെയ്യണം? TPA കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ്. TPA guarantee smooth coordination between the hospital
an insurance company in course of cashless claim settlement. ഓക്കെ, നമ്മള് നല്ല രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് ക്ലെയിമുകൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആരാണ്? TPA ആണ്. ആൻഡ് ഇൻ സച്ച് കേസ് TPA ഓഫർ ബാക്ക് എൻഡിങ് സപ്പോർട്ട്. നമുക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് TPA സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് എൻക്വയറീസ് ആയാലും ഡൗട്ട്സ് ആയാലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫുൾ ടൈം സപ്പോർട്ട് ആണ്. മോസ്റ്റ് ഓഫ് ദ TPAs have a 24/7 customers support system in which the policy holder can raise their enquiry and get feedback. ഇവിടെ TPAs സാധാരണ രീതിയിൽ 24 മണിക്കൂറും 24/7 ഫുൾ ഡേയ്സ് നമ്മൾ പറയാറില്ലേ, 24 മണിക്കൂർ 7 ദിവസവും ആ ഒരു മീനിങ് ആണ്. എല്ലാ സമയവും അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്മുടെ എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് കസ്റ്റമർ സപ്പോർട്ട്സ് കിട്ടും. ഇനി അഡീഷണൽ സർവീസ് ജസ്റ്റ് ലൈക്ക് ആംബുലൻസ്, മെഡിക്കൽ സപ്ലൈസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മോസ്റ്റ് ഓഫ് ദ TPAs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ TPAs also provide the additional service such as ambulance, medical supply, etc. to the policy holders. ഇനി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന TPAs ആണ് ഈ പറയുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ പറയുന്നത്. ഭൂമിക, ഞാൻ പറയണ കേൾക്കാവോടാ? ഭൂമിക, ഓക്കേടാ. ഒന്ന് ആ പേരുകളൊന്ന് വായിക്കോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തോളാം. മോൻ മ്യൂട്ട് ഓൺ ആക്കിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. തോട്ട് ഭയങ്കര പറ്റുന്നില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ ആണോ? ഹലോ വായിക്കാൻ പറ്റുമോ? മാം, എനിക്ക് സൗണ്ടിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, പനിയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ തന്നെ വായിക്കാം. വേറെ ആരെങ്കിലും റെഡി ആണോ? ഓക്കെ, സ്നേഹ ഒന്ന് റീഡ് ചെയ്യണം. ഏതാണ് മിസ്? നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ എക്സാമ്പിൾ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പറയട്ടെ മിസ്. യുണൈറ്റഡ് ഹെൽത്ത് കെയർ, പ്രൈവറ്റ് മിസ്. ഞാൻ ഓക്കെ, സ്നേഹ. മാം, ഓക്കെ, സ്നേഹ വായിച്ചോടാം. third party administrators operating in India examples: United Healthcare, Parec TPA Private Limited, Media Assist India TPA Private Limited, MD Indian Healthcare TPA Services Private Limited, Paramount Health Service Insurance TPA Private Limited, eMeditech TPA Services Limited, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, Medicare TPA Services United Healthcare Private Limited. TPA Private Limited. ഓക്കെ, ജസ്റ്റ് പേരുകളാണ്. ആരെല്ലാമാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ എന്നാണ് ഈ പറയുന്നത്. കുട്ടി വായിച്ചതുപോലെ ഇത്ര പേരുടെ മോസ്റ്റ് കോമൺലി 8 കമ്പനീസ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ചിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മൾ എന്നിട്ട് ഫുൾ ഓർഡറിൽ ഒന്നുകൂടി വായിക്കാം കേട്ടോ. അപ്പൊ അതിൽ ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യം ഡൗട്ട് ഒരാൾ ചോദിച്ചു, അതിനൊന്ന് പറയാം. TPA ഗ്യാരണ്ടീസ് നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തും ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യത്തിൽ സ്മൂത്ത് ആയിട്ടുള്ള കോർഡിനേഷൻ ആര് ഉറപ്പ് നൽകുന്നു? TPA ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ അവര് നല്ല എന്താ പറയുന്നത്, നമുക്കിപ്പോ അവർ വേറൊരു കാര്യം കൂടെ ഓഫർ ചെയ്യുന്ന വെച്ചാൽ ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ആര് അവൈലബിൾ ആണ്? TPA 24 hours കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കിട്ടും. TPA ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് പേരുകളൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ,
ക്വസ്റ്റ്യൻസ് അങ്ങനെ റിലേറ്റഡ് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഫുള്ളും. റോളും ഈ പറഞ്ഞ TPA മെയിൻ ആയിട്ടുള്ള TPS ഒന്ന് വായിക്കാൻ എല്ലാവരും. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഒരു ക്ലെയിം പ്രോസസ് ചെയ്യുമ്പോൾ ഏതെല്ലാം സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതെല്ലാമാണ് സ്റ്റേജസ് എന്ന് നോക്കാം. ഓൺ ഒക്യൂറിംഗ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന എന്തെങ്കിലും അൺഫോർച്യൂനേറ്റ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ദ ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോം ടു യുവർ ഇൻഷുറൻസ് പ്രൊവൈഡർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഇൻസിഡന്റ് ആരുടെ അടുത്ത് ഇൻഫോം ചെയ്യണം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഓർ ഇൻഷുറൻസ് പ്രൊവൈഡർ എടുത്ത് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ഇൻഷുറൻസിന്റെ അടുത്ത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയും? റൈസിംഗ് എ ക്ലെയിം എന്നാണ് പറയാറ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റൈസിംഗ് എ ക്ലെയിം. അപ്പോ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു അൺഫോർച്യൂനേറ്റ് ആയിട്ടുള്ള ഇവന്റ്, നമ്മൾ അപ്രത്യക്ഷമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ ഇൻസിഡന്റ് ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഇൻഷുറൻസ് പ്രൊവൈഡർ എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റൈസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഫയലിംഗ് എ ക്ലെയിം ഇൻവോൾവ്സ് ഫയലിംഗ് അ claim from on claim form on insurer website or branch office. നമ്മളിപ്പോ പറഞ്ഞു ഫയലിംഗ്, നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തു അല്ലെങ്കിൽ റൈസ് ചെയ്തു ഫയൽ ചെയ്യാണ്. നമുക്ക് രണ്ട് രീതിയിൽ ക്ലെയിമുകൾ ഫയൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന്, ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ക്ലെയിം ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ഫയൽ ചെയ്യാൻ പറ്റും. ഓർ അതർവൈസ് നമുക്ക് ബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് പോയി ഈ ക്ലെയിം ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ അൺഫോർച്യൂനേറ്റ് ഇവന്റ് നടക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് നമ്മൾ റൈസിംഗ് ദ ക്ലെയിം എന്ന് പറയും. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഫയലിംഗ് ദ ക്ലെയിം. നമ്മൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെയിം ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ക്ലെയിം ഫോംസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലെയിം ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഓർ അതർവൈസ് നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഈ കാര്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ബ്രാഞ്ച് ഓഫീസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ഫയൽ ചെയ്യാനായിട്ട് പറ്റും. Documents that support the authenticity of the claim must also be submitted.
അപ്പോ ഇതിന്റെ ഒതന്റിസിറ്റിക്ക് വേണ്ടിയിട്ട്, ഉറപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യണം. When insurance provider review the claim and evaluating its validity. അപ്പോഴാണ് ഇൻഷുറൻസ് പ്രൊവൈഡറോട് ഇൻഷുറൻസ് കമ്പനി ഈ ക്ലെയിമിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇതിന്റെ വാലിഡിറ്റി എത്ര നാളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. If it is fulfill the terms and conditions stated in your policy. അപ്പൊ നമ്മുടെ പോളിസിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളത് അവര് ഫുൾഫിൽ ചെയ്യും. നോക്കാം. ഇൻഷുറൻസ് അപ്രൂവ് ദ ക്ലെയിം. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലെയിമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അസുഖങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അവർ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളെ ക്ലെയിം അവർ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും. ഒരു പ്രാവശ്യം ഈ ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ആർക്ക് കാശ് കൊടുക്കേണ്ട? നമ്മളുടെ ഹോസ്പിറ്റലിന് ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് എന്താണ് അവര് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. Once approved, the insurance company will pay the benefits stated in the policy document. ഒരു പ്രാവശ്യം നമ്മൾ ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നത്. നമ്മുടെ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അവർ തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൈ ചെയ്തോളും. A payout means a sum of money is given to the policy holder when the claim is accepted. ഇതിന്റെ മീനിങ് പേ ഔട്ട് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സം ഓഫ് മണി അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കാണ്. പേ ഔട്ട് മീൻസ് സം ഓഫ് മണി ഗിവൻ ടു ദ പോളിസി ഹോൾഡർ വെൻ ദ ക്ലെയിം അക്സെപ്റ്റ് ആയതുകൊണ്ട് നമ്മളെ പോളിസി ഹോൾഡർക്ക് അവരെത്രയാണോ ആ ഒരു കോമ്പൻസേഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്ലെയിം വന്നിരിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അത് കൊടുക്കും, പേ ചെയ്യും. The insurer might be ready to provide an upfront lump sum amount. നമ്മൾ ഇൻഷുറർ എന്നാൽ ഒരു മുൻകൂർ തുക നൽകാനായിട്ട് തയ്യാറാക്കണം. വെച്ചാൽ ഒരു നമ്മൾ ഡെപ്പോസിറ്റ്, ചില ഹോസ്പിറ്റൽസിൽ കമ്പൽസറി ആയിട്ട് ഡെപ്പോസിറ്റ് വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് മുൻകൂറായിട്ട് ആ പൈസ ആര് കളക്ട് ചെയ്യും? ഹോസ്പിറ്റൽസ് കളക്ട് ചെയ്യും. Or it might take the payout as regular payment depending on the terms of the policy. ഇനി നമ്മളുടെ പോളിസിയുടെ എന്താണ് ഇതനുസരിച്ച് നമ്മുടെ പോളിസിയിലെ ടേംസ് അനുസരിച്ച് അതിന് സാധാരണയായിട്ട് ബാക്കിയുള്ള റെഗുലർ പേയ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും നാളത്തേക്ക് ഇത്ര എമൗണ്ട്. ഇപ്പൊ വൺ ടൈം ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഓരോ ദിവസം ചിലപ്പോ എല്ലാ ദിവസവും അതിന് പേയ്മെന്റ് അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഫുൾ കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് കൊടുക്കുന്നത്. അത് ആ പോളിസി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. The time the insured take to confirm and the pay the insured some differ on the case-to-case basis. ഓരോ കേസ് അനുസരിച്ചും ഓരോ മെഡിക്കൽ കേസ് അനുസരിച്ചും നമ്മൾ ഇൻഷുറിന് കൊടുക്കുന്ന പൈസയിൽ വ്യത്യാസം ഉണ്ടാവും. The claim settlement take only a few days if the documents are in order. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ കുറച്ച് ദിവസങ്ങളെ ഈ ക്ലെയിം സെറ്റിൽമെന്റിൽ സാധാരണ രീതിയിൽ എടുക്കാറുള്ളൂ. To make sure that claim are disturbed without any delay in case of necessary, you might look into the insurer trustworthiness and customer service record before buying the insurance. So നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഈ ഇൻഷുറൻസ് കമ്പനീസ് ഇപ്പൊ എല്ലാ ക്ലെയിമും റിജക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് എങ്കിൽ നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനി പോയിരിക്കരുത്. നമ്മൾ ഇൻഷുറൻസിന്റെ ട്രസ്റ്റ് വർത്തുള്ള വിശ്വസിക്കാൻ പറ്റുന്ന നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലെയിം എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ടാറ്റ AGയുടെ ഇൻഷുറൻസ് ക്ലെയിം ആണെങ്കിൽ അവര് പെട്ടെന്ന് ക്ലെയിം പ്രോസസ്സിംഗ് അധികം സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ക്ലെയിമുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചില ഇൻഷുറൻസ് കമ്പനി അത് ലാഗ് ചെയ്യും, കാരണം അവർ ഒരുപാട് അവരുടെ കയ്യിൽ പൈസ പോകുന്നത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ റിജക്റ്റ് ഒക്കെ ചെയ്ത് കുറെ ടൈം അതിന് പുറകെ നമ്മൾ നടത്താറൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് വർത്തിനെസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിലും കസ്റ്റമർ സർവീസ് നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവര് ആ ഒരു ഡിലേയും ഇല്ലാതെ ആ ക്ലെയിം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Sorry. Nevertheless, if it is necessary that you might reveal all the detail about your health and lifestyle habit to the insurer when you buy the insurance. ഓക്കെ, നിങ്ങളൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും അത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് പറയണം. നമ്മള് എല്ലാ കാര്യം ആരോടും തുറന്നു പറഞ്ഞിരിക്കണം. ഇൻഷുറൻസ് കമ്പനിയോട് തുറന്നു പറഞ്ഞിരിക്കണം. നമുക്ക് ഇനിയിപ്പോ ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരോട് തുറന്നു പറയണം? ഇൻഷുറൻസ് കമ്പനിയോട് തുറന്നു പറയണം. അതർവൈസ് അല്ലാത്ത പക്ഷം the insurer can reject the claim on your policy if you conceal or make a mistake any facts. അപ്പോ അതർവൈസ് നമ്മൾ തുറന്നു പറയാത്ത പക്ഷം ഇൻഷുറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻഷുറിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്ലെയിം റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്തെങ്കിലും ഫാക്ട്സ് മറച്ചു വെക്കുകയോ തെറ്റു വിവരങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുററിനെ ആ ക്ലെയിം എന്ത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, റിജക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഏതെല്ലാം സ്റ്റേജസിലൂടെയാണ് നമ്മളുടെ പ്രോസസ്സിംഗ് ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സ്റ്റേജ് ബൈ വൺ എല്ലാം ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ടീച്ചർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മള് എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കുള്ള എല്ലാ അസുഖങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ കൂടുതലായിട്ട് ക്ലിയർ ആവുന്നില്ലായിരുന്നു. ക്ലിയർ ആവുന്നില്ലേ? സൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ടാവും? ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടോ, നോക്കി ഒന്നുകൂടി പറയാം. നമ്മള് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മള് ഇൻഷുറൻസ് കമ്പനിയോട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറയണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, നമ്മൾ കൂടുതലായിട്ട് ഷുഗർ എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളാണ് എന്നുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരോട് പറയണം? ഇൻഷുറൻസ് കമ്പനിയോട് പറയണം. Then the insurer can reject the claim on your policy if you conceal or mistake any facts. എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. മോനുണ്ടായിരുന്നില്ലേ 4th പോയിന്റ് മുതല്? ഇഫ് ഇറ്റ് ഇസ് നോക്കാം, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എല്ലാവരും ഒന്നുകൂടി പറയാം. ഓക്കെ, ആദ്യം പറയണത് നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ നമ്മൾ ഈ ക്ലെയിം റൈസ് ചെയ്യാന്നുള്ളതാണ്. ഇൻഷുറൻസ് കമ്പനിയോട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ഫയൽ ദ ക്ലെയിം.
നമ്മൾ ഇൻഷുറൻസ് കമ്പനി ഫോം വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ടോ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമ്മൾ ആ ഫയൽ ചെയ്യാം ക്ലെയിമിന് വേണ്ടിയിട്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം. ദെൻ ഇൻഷുറൻസ് പ്രൊവൈഡർ നമ്മുടെ ക്ലെയിം വാലുവേറ്റ് ചെയ്യും, അതിന്റെ വാലിഡിറ്റി ഒക്കെ പരിശോധിക്കും. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം അപ്രൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോളിസി ഹോൾഡേഴ്സ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ബെനിഫിഷ്യറിക്ക് ഇനിയിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അതിനുള്ള ക്ലെയിം നമുക്ക് കിട്ടും. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മുടെ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ ആരാണോ നോമിനി അവർക്കാണ് ആ ഒരു ക്ലെയിം എമൗണ്ട് കിട്ടുന്നത്. ചിലപ്പോൾ ലംസം എമൗണ്ട് ഓഫ് മണി ആയിരിക്കും അവർ പോളിസി ഹോൾഡേഴ്സിന് ക്ലെയിം ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻഷുറർ സാധാരണ കേസിൽ ഇപ്പോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ ചിലപ്പോൾ ഡെപ്പോസിറ്റ് മണി ആദ്യം തന്നെ ആര് കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരിക്കണം. ദെൻ നമ്മള് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് ഓരോ കേസ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ ക്ലെയിമിന്റെ എമൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. സം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കേസ് അനുസരിച്ച് ഓരോ ക്ലെയിമിന്റെ എമൗണ്ടും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സാധാരണ രീതിയിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓർഡറിലാണ്, കറക്റ്റ് ആണ്, പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലെയിം എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ക്ലെയിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, ക്ലെയിം നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയോട് ഒരു വിശ്വസ്തത, അതേപോലെ തന്നെ അവരോട് നല്ലൊരു അഭിപ്രായം എല്ലാ ഇൻഷുറൻസ് ഹോൾഡേഴ്സിനും ഉണ്ടാവും. ഇനി പറഞ്ഞത് നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ തുറന്ന് പറയണം. അല്ലാത്ത പക്ഷം അവർ എന്ത് ചെയ്യും, ആ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള റിജക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓർമ്മയുണ്ടോ ഇവിടുത്തെ കൊമേഴ്സ് സ്റ്റുഡൻസിന്? അതിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു ക്ലോസ് അവിടെ പറയുന്നുണ്ട്. Insurer must be disclose all the material facts relating to the insurance or subject matter to the insured. നമ്മൾ ഇൻഷുർഡിനോട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മുടെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടീമിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഏത് പ്രിൻസിപ്പിൾ ആണ് കേട്ടിട്ടുണ്ട്? പ്രിൻസിപ്പിൾ ആണോടെ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലാത്ത പക്ഷം ഇൻഷുറൻസ് കമ്പനിക്ക് ആ കോണ്ടാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിനിവിടെ ഒരു പ്രത്യേകം ഒരു ലാറ്റിൻ വേർഡ് ഒക്കെ ഉണ്ട് അതിന്. അറ്റ്മോസ് ഗുഡ് ഫെയ്ത്ത് എന്നാണ് ആ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അറ്റ്മോസ് ഗുഡ് ഫെയ്ത്ത് ഓർമ്മ വന്നോ? അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. യുബേറിയം ഫിഡെ എന്ന് അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. സോ ആ ഒരു പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പോയിന്റ് വരുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം സ്റ്റേജസ്. ഓക്കെ, ക്ലിയർ ആണോ? എടുത്ത പോർഷൻസ് CPA നെ കുറിച്ച് എടുത്തു. എടുത്തത് ക്ലെയിം സെറ്റിൽമെന്റിനെ കുറിച്ചിട്ടാണ്. പ്രോസസിംഗ് എ ക്ലെയിം കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് സ്റ്റേജസ് ആണ് നമ്മൾ എടുത്തത്. ക്ലെയിം സെറ്റിൽമെന്റ്സിന്റെ സ്റ്റേജസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഗുഡ് ഡോട്ടാണ് എല്ലാവരും. ഓക്കെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തും അതേപോലെ തന്നെ നമ്മൾ യുബേറിയം ഫിഡെ എന്ന് പറയും. ആ രണ്ട് പ്രിൻസിപ്പിൾസും ആ പേരായിരിക്കും ചിലപ്പോ ഓർമ്മയിൽ ഉണ്ടാവുന്നത്, പറയാൻ കിട്ടാത്ത ഒരു വേർഡ് ആണല്ലോ. അതുകൊണ്ട് ആ ഒരു ലാസ്റ്റത്തെ പോയിന്റ് അതായത് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഇത് റിലേറ്റഡ് ആയിട്ട് പോളിസി ആയിട്ട് റിലേറ്റഡ് ഉണ്ടെങ്കിൽ ചോദിക്കണം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.